ഹലോ, അപ്പോൾ ദേ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മീഷോനെക്കാളും വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ കാണുന്നത്. ഈ ഒരു ഫുൾ ബോക്സ് നിറയെ എനിക്ക് 500 രൂപയ്ക്കകത്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്, ഷിപ്പിംഗ് ചാർജും ഉൾപ്പെടെ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റൊക്കെ മേടിച്ചത് ഡിയോഡാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് കേട്ടോ. മീഷോയെക്കാളും വില കുറഞ്ഞ രീതിയിലാണ് എല്ലാ പ്രോഡക്റ്റും ഇതിനകത്ത് സെല്ല് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനങ്ങളാണെല്ലാം. അപ്പോൾ അതേ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് 86 റുപ്പീസിൻ്റെ ഈ ഒരു ബാഗാണ്. ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പൈസയോ അല്ലെങ്കിൽ ഫോണൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ആ വലിയ ബാഗിലിട്ടിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരുന്നു. പിന്നെ അത് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്നത് 23 രൂപയുടെ ഈ ഒരു മസാജറാണ്. ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ നമ്മുടെ ഗാർഡനിലൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു സിസർ ഐറ്റമാണ്. ഇത് നമുക്ക് 56 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അതും ഉള്ളത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ലൈറ്റാണ്, നമ്മുടെ ബെഡ് ലൈറ്റാണ്. ഇത് 35 രൂപയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മഷ്റൂമിൻ്റെ പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിലുള്ളൊരു സാധനം തന്നെയാണ്. 35 രൂപയ്ക്കൊക്കെ ഇത് വർത്ത് തന്നെയാണ്. അടുത്തത് ഈ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ്. ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഫോട്ടോയിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് മെറ്റൽ ആയിരിക്കും എന്നാണ്. പക്ഷെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് പർച്ചേസ് ചെയ്ത് കയ്യിൽ വന്നപ്പോഴാണ് അതിനകത്ത് ആ എഴുതിയേക്കുന്ന നോട്ട് നമ്മൾ ശ്രദ്ധിച്ചത്. അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ആണെന്നുള്ളത്. പക്ഷേ ഇതൊരു ഫ്ലോപ്പായിരുന്നു കേട്ടോ. കാരണം ലാപ്ടോപ്പ് വെക്കുന്ന സമയത്തൊക്കെ ഇത് പൊങ്ങി പോകുന്നുണ്ടായിരുന്നു. അത്ര അങ്ങോട്ട് ഓക്കെ അല്ല. പിന്നെ ഈ ഒരു 12 രൂപയുടെ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവർ സാധനമാണ്. ഇതും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇതുപോലുള്ള 3 സെറ്റിൻ്റെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവറാണ്. ഇത് 3 കൂടി 18 രൂപയാണ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതുപോലുള്ള ഒരു ലാമ്പാണ് കേട്ടോ. ഈ ഒരു ലൈറ്റിൻ്റെ പ്രത്യേകത, ഇതൊരു മോഷൻ ഡിറ്റക്ഷൻ ലൈറ്റാണ്. നമ്മുടെ മോഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇത് കത്തും. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്തിട്ട് ഒന്നുമില്ല, അവിടെ എവിടെയെങ്കിലും വെക്കുക, അത് നമ്മളിങ്ങനെ പോകുമ്പോൾ കത്തും, അത്രേ ഉള്ളൂ. അടുത്തത് ഈ ഒരു മണി ബോക്സ് ആണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ഞാൻ കാണുന്നതാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. 103 രൂപയാണ് ഈ ഒരു ബോക്സിനായിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ പെൻ അറ്റാച്ച് അല്ല, പെന്ന് നമ്മൾ എക്സ്ട്രാ എടുക്കണം. പക്ഷേ ഇതും നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടിയും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ്. 103 രൂപയ്ക്കൊക്കെ ഇത് അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസാണ് 500 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിത്ത് ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയൊരു ഡെമോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ഡിയോഡ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. നോർമലി നമ്മുടെ മറ്റുള്ള ആപ്പുകൾ യൂസ് ചെയ്യും പോലെ തന്നെയാണ്, ആമസോണും മീഷോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രൈസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം എടുക്കുകയാണ്, ഈ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണ്. എന്നിട്ട് ഇത് ആഡ് ടു കാർട്ട് കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് കാർട്ടിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഇത്ര ഐറ്റംസാണുള്ളത്. ഞാൻ ജസ്റ്റ് ചെക്കൗട്ട് കൊടുക്കുകയാണ്. ചെക്കൗട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടുന്ന് നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ വഴി നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ആ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ പേ ഓപ്പൺ ആവും. അങ്ങനെ നമുക്ക് പേ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ആപ്പാണ്. നിങ്ങളുടെ റിവ്യൂസൊക്കെ ഒന്ന് പറയുക കേട്ടോ.